പ്രിയ കർഷക സുഹൃത്തുക്കളെ, ബാബൂസ് ഓർഗാനിക് ഫാമിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ കുക്കുംബർ, കയ്പ, അതേപോലെ പടവലം എന്നിവയിന്മേൽ വരുന്ന കായീച്ചയെ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മാർഗ്ഗം ഞാൻ പറഞ്ഞിരുന്നു. അതിൻ്റെ ഒരു റിസൾട്ട് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോവുകയാണ്. അന്ന് നമ്മൾ പറഞ്ഞിരുന്നു, ഈ ഇത്തരത്തിൽ ഒരു ഗ്ലാസ് എടുത്തിട്ട് അത് കഞ്ഞിവെള്ളം നിറച്ച് അതിൽ തുളസിയുടെ കതിര് അല്ലെങ്കിൽ തുളസി ഇല ഇതിൽ ഇട്ട് വയ്ക്കുകയാണെങ്കിൽ കായീച്ച വന്ന് അതിലേക്ക് ആകർഷിക്കുകയും അതിൽ വന്നിട്ട് മുങ്ങിച്ചാവുകയും ചെയ്യും. അതിന് ഉദാഹരണമാണ് കണ്ട ഇപ്പോൾ വന്നിരിക്കുന്നത്. കണ്ട കായീച്ചകൾ അതിൽ വന്ന് ഇരിക്കുകയാണ്. ഇന്ന് കാലത്ത് ഞാൻ വന്നപ്പോൾ കുറേ എണ്ണം ഉണ്ടായി, എടുത്ത് കളഞ്ഞ് രണ്ടാമത് ഇപ്പോൾ നിറച്ചാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കുക്കുംബർ കൃഷിയിൽ കുക്കുംബറെല്ലാം തന്നെ പൂവിട്ടു. കണ്ടോ, പൂവൊക്കെ വന്നിട്ടുണ്ട്. ഇഷ്ടം പോലെ പൂക്കളാണ് വന്നിരിക്കുന്നത്. കണ്ടോ, പൂക്കളെല്ലാം അവിടെ വന്നിട്ടുണ്ട്. ഇത് പന്തലിലേക്ക് ഇങ്ങനെ പതുക്കെ കയറിക്കൊണ്ടിരിക്കുകയാണ്. നോക്കുക. അതേപോലെ ഈ രണ്ടാമത്തെ ഒരു കുക്കുംബറിൻ്റെ ചെടിയാണ്. അതിലും ഇതുപോലെ തന്നെ ഇത്തരത്തിൽ പൂക്കളൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട്. പന്തലിലേക്ക് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഞാൻ പ്രത്യേകിച്ച് സൂഡോമോണാസിൻ 20 ഗ്രാം എടുത്തിട്ട് അത് വെള്ളത്തിൽ 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്ത് കൊടുത്തു. ഇത് തളിർത്ത് കൂടുതൽ തളിരിലകൾ വരുന്നതിന് സഹായിക്കുന്നൊരു പ്രയോഗമാണ്. സൂഡോമോണസിൽ 20 ഗ്രാം എടുത്തിട്ട് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്ത് കൊടുക്കുക എന്നുള്ളത്. ഇഷ്ടം പോലെ പൂക്കളൊക്കെ തന്നെ ഉണ്ടാവും. പടർന്ന് പുള്ളിയിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടോ, ഇതിപ്പോൾ ഇതിൻ്റെ തടം നമ്മൾ ചെയ്തിരിക്കുന്നത്, ഇവിടെ നായയുടെ ശല്യം ഭയങ്കരമായിട്ടുണ്ട്. അപ്പോൾ അതില്ലാതായിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഓല കഷ്ണമാക്കിയിട്ട് അത് ചുറ്റും വെച്ച് കൊടുത്തിരിക്കണം. അപ്പോൾ അതൊരു തണവും കിട്ടും. അതോടൊപ്പം തന്നെ വെള്ളം നമ്മൾ 2 ദിവസത്തിലേക്ക് നനച്ചു കൊടുത്താൽ മതി. വെള്ളം അത് പ്രൊട്ടക്റ്റ് ചെയ്ത് നിൽക്കും. തടമൊന്നും ഉണങ്ങില്ല. അപ്പോൾ ആ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. 3 കുക്കുംബർ തടവും. അതേപോലെ ഇത് പടവലമാണ്. പടവലം ഇങ്ങനെ പടർന്നുകൊണ്ടിരിക്കുകയാണ്. നോക്കൂ, ഉണ്ടോ, പൂക്കളൊക്കെ ഉണ്ടായി തുടങ്ങി. പൂ ഞാൻ കാണിച്ചു തരാം. ഇതാണ് പടവലത്തിൻ്റെ പൂവാണ്. കണ്ടോ, വെള്ളപ്പൂവായിരിക്കും അത്. ഇനിയടുത്തത് ഈ കായകളെല്ലാം തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കും. കായ ഇവിടെ ഒരെണ്ണം ഉണ്ടായിട്ടുണ്ട്. ഞാൻ നോക്കട്ടെ. അതെ, ഇതാണ് കായ. കണ്ടോ, ഈ പൂവ് ഇത് മാറി ഇത് പടവലം കയറി മാറും. ഇത് പൂവിരിക്കുന്നതാണ്. കേട്ടോ, അപ്പോൾ ഇതാണ് പടവലം. അതുപോലെ കയ്പയ്ക്ക് അതേപോലെ തന്നെ പടർന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ്. പൂക്കളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതിൻ്റെ പൂവ് ഞാൻ കാണിച്ചു തരാം. കയ്പയ്ക്ക് പൂവിട്ടിട്ടുണ്ട്. അതേപോലെ അത് കയറിക്കൊണ്ടിരിക്കുകയാണ്. കേട്ടോ, കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ 4 കയ്പയ്ക്കുണ്ട്. 4 എണ്ണം. ഇതിനപ്പുറം ഞാൻ ഇവിടെ തന്നെ ഇത് ചെയ്തു വെച്ചിട്ടുണ്ട്. കേട്ടോ, കാഴ്ചകളെ പിടിക്കുന്നതിന് വേണ്ടിയിട്ട്. ഇതിൽ വീണിട്ടുണ്ടോ നോക്കട്ടെ. ഇത് വീണിട്ടുണ്ട്. ഒരെണ്ണം വീണിട്ടുണ്ട്. നോക്കൂ, ഇത് പീച്ചയാണ്. 3 കട പീച്ചയാണ് ഉള്ളത്. പീച്ചിങ്ങനെ ആയിരിക്കും. തുമ്പ വരുന്നൊരു ഒരു കീടമാണത്. കണ്ടോ, ഈ കാണുന്നത് പിടിക്കുന്നത്. കണ്ടോ, ഇതിനെ പിടിച്ച് നമുക്ക് കളയണം. പിടിച്ച് കൊന്നു കളയണം. അല്ലെങ്കിൽ ഈ സാധനം നമ്മുടെ ചെടിയുടെ ഇലകളെല്ലാം നശിപ്പിക്കും. അതിന് മരുന്നടിച്ചിട്ട്, ഞാൻ വേപ്പില കഷായം അടിച്ചിട്ടും വലിയ ഗുണമില്ല. ഓരോന്നിനെ പിടിച്ച് അതിനെ കളയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ പ്രോഗ്രസ്, ഈ കൃഷിയുടെ പ്രോഗ്രസ് ഞാൻ നിങ്ങളെ അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതാണ്. ഓക്കെ, താങ്ക്സ്.